10 വർഷത്തിന് ശേഷം ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായ ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവുണ്ടായി, ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ കന്നി പ്രസംഗം, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെ കന്നി പ്രസംഗം ഏവരും സാഗൂതം ശ്രദ്ധിച്ച ഒന്നാണ്. യഥാർത്ഥത്തിൽ പാർലമെൻറ്റിലെ ഇന്നലത്തെ താരം, ലോക്സഭയിലെ താരം രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം എന്താണോ ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നും പ്രതീക്ഷിച്ചത് അത് ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയിലെ പലർക്കും, ഘടകകക്ഷികൾ പലർക്കും. പക്ഷേ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി, എല്ലാ ഘടകകക്ഷികളും കോൺഗ്രസ് പാർട്ടിയും എല്ലാം ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഇന്നലത്തെ പ്രസംഗ സമയത്ത് അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 1 മണിക്കൂർ 40 മിനിറ്റും നീണ്ടുനിന്ന ദീർഘമായ തൻ്റെ പ്രസംഗത്തിൽ നന്നായി ഭരണപക്ഷത്തെ ആക്രമിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചും, അതുമാത്രമല്ല താൻ കഴിഞ്ഞ 5 വർഷമായി മനസ്സിൽ കിടന്ന കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭയുടെ കാലത്ത് സംഭവിച്ച നിർണായകമായ കാര്യങ്ങൾ, നയ തീരുമാനങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഉൾപ്പെടെ എണ്ണി പറഞ്ഞ് വിമർശിച്ചുകൊണ്ടും കത്തിക്കയറിയ ഒരു പ്രസംഗം. അപ്പോൾ ആ പ്രസംഗത്തെക്കുറിച്ച് മാർക്കിടാൻ ഞാൻ ആളല്ല, പക്ഷേ ആ പ്രസംഗം നൽകുന്ന ചില സൂചനകളുണ്ട്, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ദ ഷേപ്പ് ഓഫ് തിങ്സ് ടു കം, അതാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. ശ്രീ രാഹുൽ ഗാന്ധി തുടങ്ങിയത് തന്നെ വളരെ നാടകീയമായിട്ടാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കാര്യത്തിലേക്ക് കടക്കാം, പക്ഷേ ഒരു കോമൺ ത്രെഡ് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അതായത് ഇവിടെ ഒരു ഭാരതത്തിൻ്റെ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഘോരം സംസാരിച്ചു കഴിഞ്ഞ 5 അല്ല 10 വർഷവും. പക്ഷേ ഇവിടെ ഭരണഘടനയ്ക്ക് നേരെയും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നേരെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നേരെയും എന്തിന് നമ്മുടെ ചിന്താമണ്ഡലങ്ങളുടെ നേരെയും എല്ലാം തന്നെ ഒരു വയലൻസിൻ്റെ കൾച്ചർ, അത് മാത്രമല്ല വെറുപ്പിൻ്റെ സംസ്കാരം കടന്നു വരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തീമായി, ഒരു കേന്ദ്ര ബിന്ദുവായും അല്ലെങ്കിൽ ആ കോമൺ ത്രെഡായും ഞാൻ കണ്ട കാര്യം. അത് അദ്ദേഹം അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്. ഹിന്ദു മതത്തിൽ തുടങ്ങിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കാരണം ഹിന്ദു മതം സഹിഷ്ണുതയുടെ, സഹനത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, സ്നേഹത്തിൻ്റെ എല്ലാം മതമാണ്. പക്ഷെ ഹിന്ദു എന്ന് ധരിച്ച്, ഹിന്ദു എന്ന് ഭാവിച്ച് നടക്കുന്ന ചിലർ അത് കൈചൂണ്ടി പറയുകയാണ്, BJPയെയും നരേന്ദ്രമോദിയെയും കൈചൂണ്ടി പറയുകയാണ്. അങ്ങനെ ചിലർ ഹിന്ദുവായി ഭാവിച്ച് നടക്കുന്ന ചിലർ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും, അത് മാത്രമല്ല ആക്രമണത്തിൻ്റെയും ഹിംസയുടെയും ഒരു സംസ്കാരമാണ് ഇവിടെ പടർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അവിടെ അദ്ദേഹം മതചിഹ്നങ്ങളും ദൈവസങ്കല്പങ്ങളും അടങ്ങുന്ന ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി അത് എത്രത്തോളം യുക്തിസഹമാണെന്നും എത്രത്തോളം ന്യായമാണെന്നും ഉള്ള ആക്ഷേപം പല കേന്ദ്രങ്ങളിലുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി പക്വത കാട്ടണ്ടേ, പാർലമെൻറ്റിൻ്റെ ചട്ടങ്ങളിൽ വ്യക്തമായി പറയുന്നു മതചിഹ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടുന്നത് ശരിയല്ല എന്ന് പാർലമെൻ്ററി മര്യാദകളുടെ ഭാഗമാണ്, പാർലമെൻറ്റ് ചട്ടങ്ങളുടെ ഭാഗമാണ്. ആ ചട്ടം പല പ്രാവശ്യം ഭരണപക്ഷത്തെ അംഗങ്ങൾ ഉന്നയിച്ചിട്ടും പരമശിവൻ്റെ ചിത്രം ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി. അവിടെ ഒരു അഭയമുദ്ര കാട്ടി നിൽക്കുന്ന ശിവൻ്റെ രൂപം, ശിവൻ്റെ പിന്നിലാണ് ത്രിശൂലമിരിക്കുന്നതെന്നും അത് ശിവന് എളുപ്പം എടുക്കാവുന്ന രീതിയിലല്ല അതെടുക്കുന്നതെന്നും അത് അഹിംസയുടെ സൂചനയാണ് എന്നും, എന്നാൽ ഞങ്ങളുടെ ചിഹ്നം, കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നം കൈപ്പത്തിയാണെന്നും ആ കൈപ്പത്തി തന്നെയാണ് മുദ്രയായി പരമശിവൻ കാട്ടുന്നത് എന്നും ഒക്കെ പറയുന്നത്. എനിക്കറിയില്ല അതൊക്കെ എങ്ങനെയാണ് ജനം ഉൾക്കൊള്ളുന്നതെന്ന്. ആ ചിഹ്നത്തിൻ്റെ ഇത്രയും കാലമായി 1978 മുതൽ ഇന്ദിരാഗാന്ധി ചിക്കമഗലൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാഷ്ട്രീയത്തിലേക്ക് പരാജയപ്പെട്ട 77-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പരാജയപ്പെട്ട് നിന്ന ഇന്ദിരാഗാന്ധി തിരിച്ചു വരാൻ വേണ്ടി ഉപയോഗിച്ച ചിഹ്നമാണ്. ആ ചിഹ്നത്തിന് ഒരു കേരളീയ പശ്ചാത്തലം കൂടിയുണ്ട്. ആ ചിഹ്നം എടുത്ത് ഇത് അഭയമുദ്രയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ലാഘവത്വം,
അപ്പോൾ അതൊക്കെ ഒരു ഗൗരവം സ്വല്പം താഴ്ത്തിക്കാട്ടിയോ എന്ന് ന്യായമായി നമുക്ക് സംശയിക്കാം. പക്ഷേ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തമായ സന്ദേശമുണ്ട്. ഹിന്ദുമതം വെറുപ്പിൻ്റെ അല്ല, വിദ്വേഷത്തിൻ്റെ അല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ, ആ വെറുപ്പും വിദ്വേഷവും പറയുന്ന നിങ്ങൾ എന്ന് പറഞ്ഞ BJP ചൂണ്ടി പറയുകയാണ്, BJP MP-മാരെ ചൂണ്ടി പറയുകയാണ്, 240 അംഗ BJP MP-മാരെ ചുറ്റി പറയുകയാണ്, നിങ്ങൾ ഹിന്ദുക്കൾ എന്ന് വിളിക്കാൻ അർഹരല്ല എന്ന് പറയുമ്പോൾ സന്ദേശം വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു സെക്യുലർ വോട്ട് ബാങ്ക് ആഗ്രഹിക്കുമ്പോഴും ഹിന്ദുവായി പൊസിഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളല്ല ഹിന്ദുത്വത്തിൻ്റെ ഏക പതാകവാഹകർ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മോദി കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും പ്രതിപക്ഷത്തു നിന്നുള്ള വാക്കുകളുടെ കൂരമ്പകളേറ്റ് ഒരിക്കൽ പോലും എഴുന്നേറ്റ് നിന്ന് പ്രതിരോധിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്ന പ്രധാനമന്ത്രി അല്ല നമുക്ക് കണ്ട് ശീലം. ഇവിടെ നരേന്ദ്രമോദി അത് ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഉള്ളൊന്നൊലഞ്ഞിട്ടുണ്ട്, മോദിയുടെ ഉള്ളൊലഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്തു നിന്ന് ഒരു പോയിന്റ് സ്കോർ ചെയ്യാൻ ശ്രീ നരേന്ദ്രമോദി ആഗ്രഹിക്കുകയാണ്. അതെന്താണ്? ഭാരതത്തിലെ ഹിന്ദുക്കളെ ആകമാനം രാഹുൽ ഗാന്ധി ആക്രമിച്ചു, കുറ്റപ്പെടുത്തി, അവരെല്ലാം ഹിംസാത്മകമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയാണ്. അത് തീർച്ചയായും ദുഃഖകരമാണ്, പ്രതിഷേധാർഹമാണ്. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറയുകയാണ്, ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. പക്ഷേ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിൻ്റെ വിശദീകരണം ഗംഭീരമായി ഭംഗിയായി വിശദീകരണം നൽകുകയും ചെയ്ത ഒരു കാഴ്ച പാർലമെൻറ്റ് സമ്മേളനത്തിൽ കാണുകയുണ്ടായി. മാത്രമല്ല മറ്റ് ദൈവസങ്കല്പങ്ങളെയും, അവിടെ ഹിന്ദു വിഭാഗത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല ചർച്ച. വർദ്ധമാന മഹാവീരൻ്റെയും ഗൗതമ ബുദ്ധൻ്റെയും എല്ലാം, കാരണം എല്ലാ ദൈവസങ്കല്പങ്ങളും, ജീസസ് ക്രൈസ്റ്റ്, എല്ലാ ദൈവസങ്കല്പങ്ങളും ഇതൊരു പൊതുവേ എനിക്ക് തോന്നുന്നത് ആ ഒരു ചിഹ്നമാണ്. കൈപ്പത്തി എന്ന ചിഹ്നവും കൈയുടെ പ്രാധാന്യവും എല്ലാം തന്നെയാണ് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം തന്നെയാണ്, വെറുപ്പിൻ്റെ സന്ദേശമല്ല ഒരു മതങ്ങളും നൽകുന്നത് എന്ന ഒരു സന്ദേശം രാഹുൽ ഗാന്ധി കൊടുക്കാൻ ആഗ്രഹിച്ചു, ഇന്ത്യക്കായി കൊടുക്കാൻ ആഗ്രഹിച്ചു, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അവരുടെ ഫിലോസഫിയായി കൊടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇവിടെ ഉയരുന്ന ഒരു പ്രധാന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഐഡിയോളജിക്കൽ ബേസ് എന്താണ്? ഈ മതങ്ങളെ എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കുന്ന ഒന്നാണോ മതേതരത്വം? എല്ലാ മതങ്ങളുടെ സത്ത ചേർക്കുന്നതാണോ മതേതരത്വം? അതോ മതത്തിനെ മതമായി തന്നെ കാണുകയും അതേസമയം പാരലായിട്ട് രാഷ്ട്രീയം കാണുകയും ചെയ്യുന്ന മതനിരപേക്ഷ ഒരു സമീപനമാണോ? മതനിരപേക്ഷതയ്ക്ക് എല്ലാ മതത്തിൻ്റെയും ചിഹ്നങ്ങൾ, ഇതിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇതെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതും അതിനകത്തെല്ലാം ഉള്ള ശാന്തി സന്ദേശം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതും പ്രഥമ ദൃഷ്ട്യാ തെറ്റില്ല എങ്കിലും കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി മതനിരപേക്ഷതയുടെ ആ ഒരു കാര്യം ഭരണഘടനാ പിതാക്കന്മാരെ വേണമെങ്കിൽ ഉയർത്തിക്കാട്ടാമായിരുന്നു. മഹാത്മാഗാന്ധിയെയും BR അംബേദ്കറേയും ജവഹർലാൽ നെഹ്റുവിനെയും അവർ ചെയ്ത ഭരണഘടനയ്ക്ക് ജയ് സംവിധാൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ശ്രീ രാഹുൽ ഗാന്ധി, അതായത് ജയ് ശ്രീറാം വിളികൾ മറുവശത്ത് വന്നപ്പോൾ, ഭരണപക്ഷത്ത് വന്നപ്പോൾ ജയ് സംവിധാൻ, ഭരണഘടന നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ രാഹുൽ ഗാന്ധിക്ക് മതത്തെ ആശ്രയിക്കേണ്ടി വന്നു എന്നത് വിധി വൈപരീത്യമായി തോന്നാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ശത്രുവിനെ, എനിക്കിപ്പോൾ ചിന്തയാണ്, ശത്രുവിനെ അവരുടെ ആയുധം കൊണ്ട് തന്നെ ആക്രമിക്കുന്ന ഒരു ശൈലി രാഹുൽ ഗാന്ധി സ്വീകരിച്ചു എന്ന് കാണാം. ഒരുപക്ഷെ അതൊരു തന്ത്രം എന്ന നിലയിൽ, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലയിൽ നല്ലതായിരിക്കാം. പക്ഷേ മൃദു ഹിന്ദുത്വമാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നതെങ്കിൽ, അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം ഉദ്ദേശിച്ചത്, പക്ഷേ മൃദു ഹിന്ദുത്വമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കമൽനാഥ് അത് ഉപയോഗിച്ച് മധ്യപ്രദേശിൽ അട്ടിപ്പതറി വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ യഥാർത്ഥ ഹിന്ദുത്വ പറയാനായിട്ട് BJP ഉള്ളപ്പോൾ കോൺഗ്രസ് പാർട്ടിയോ ഇന്ത്യ മുന്നണിയോ മൃദു ഹിന്ദുത്വ പറഞ്ഞ് വോട്ട് നേടേണ്ട ഒരു ആവശ്യമില്ല എന്ന ഒരു ചിന്തയാണ് പൊതുവേ ഉള്ളത്. അതാണ് ഒരു കാര്യം. രണ്ട്, രാഹുൽ ഗാന്ധി ഉയർത്തിയ വിമർശനങ്ങൾ എന്തിനെക്കുറിച്ചാണ്? എല്ലാ വിഷയങ്ങളും എനിക്ക് തോന്നുന്നത് സമഗ്രമായി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഉണ്ടാവേണ്ട എല്ലാ വിഷയങ്ങളും അദ്ദേഹം ഉൾപ്പെടുത്തി. മണിപ്പൂരിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മണിപ്പൂർ പ്രധാനമന്ത്രി സന്ദർശിക്കാത്ത ഒരു കാര്യം പറഞ്ഞു. മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണോ എന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയാതെ പോകുന്നു എന്ന രീതിയിലുള്ള സംസാരമുണ്ടായി. ഒരക്ഷരം എതിർപ്പിൻ്റെ ഒരക്ഷരം ഭരണമുന്നണിയിലെ ആരുടെയും ഭാഗത്തുണ്ടായില്ല. എന്നാൽ കർഷക പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ പുതിയ കൃഷി മന്ത്രി അദ്ദേഹം എഴുന്നേറ്റ് നിന്ന്, ശിവരാജ് സിംഗ് ചൗഹാൻ എഴുന്നേറ്റ് നിന്ന് കർഷകർക്ക് താങ്ങുവില ഏറ്റവും അധികം നൽകിയത്, സപ്പോർട്ട് പ്രൈസ്, മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകിയത് BJP ആണ്, ഈ ഗവൺമെൻറ്റാണ് എന്ന രീതിയിലുള്ള ഒരു ഡിഫൻസ് അവിടെ ഉണ്ടായി. അത് മാത്രമല്ല മറ്റ് വിഷയങ്ങൾ വന്നു. അഗ്നിവീർ എന്ന വിഷയം വന്നു. അഗ്നിപഥ് പദ്ധതിയുടെ
പോരായ്മകളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് എഴുന്നേക്കേണ്ടി വന്നു. രാജ്നാഥ് സിംഗ് ഡിഫെൻഡ് ചെയ്തു, ഭംഗിയായി ഡിഫെൻഡ് ചെയ്തു. അവിടെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവ് പറ്റി. അദ്ദേഹം ഒരു വ്യക്തിയെ സന്ദർശിച്ചു. ആ വ്യക്തി മരണപ്പെട്ട ഒരു അഗ്നിവീറാണ്. ആ വ്യക്തിക്ക് വേണ്ട കോമ്പൻസേഷൻ ലഭിച്ചില്ല, നഷ്ടപരിഹാര തുക ലഭിച്ചില്ല. അപ്പം അത് മാത്രം കാട്ടിക്കൊണ്ട് വ്യാപകവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചത് ശരിയായില്ല, ഉചിതമായില്ല. പക്ഷേ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഭംഗിയായി അഗ്നിവീറിൻ്റെ കാര്യത്തിലും പറഞ്ഞു ഫലിപ്പിച്ചു. അതിതാണ് ഇവിടെ 2 തരം സൈനികരെ സൃഷ്ടിക്കുന്നു. ഒന്ന്, എല്ലാ പ്രിവിലേജുകളുമുള്ള, പെൻഷനുള്ള, എല്ലാ ആനുകൂല്യങ്ങളുമുള്ള റെഗുലർ സൈനികർ. മറ്റൊന്ന്, യാതൊരു യൂസ് ആൻഡ് ത്രോ, ഈ വാക്കാണ് രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന അഗ്നിവീറുകളെ കുറിച്ച്. അഗ്നിവീറുകൾക്ക് യാതൊരു സംരക്ഷണവും ലഭിക്കുന്നില്ല. അത് വളരെ വലിയ തോതിൽ ജനഹൃദയങ്ങളിലേക്ക്, പ്രത്യേകം ജോലി തേടി ആർമിയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആശ്വാസമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അഗ്നിവീർ പദ്ധതി റദ്ദാക്കും എന്ന കാറ്റഗോറിക് അഷുറൻസ് ആണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നൽകിയത്. അതുപോലെ ഓരോ വിഷയങ്ങളും അദ്ദേഹം എടുത്ത എല്ലാ വിഷയങ്ങളും, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചെടുത്തു, ഹിംസയെക്കുറിച്ച് പല ആവർത്തി പറഞ്ഞു. ഇതെല്ലാം തന്നെ ഭരണപക്ഷത്തെ വളരെ അധികം ബുദ്ധിമുട്ടിലാക്കി. 20 പ്രാവശ്യമാണ് മന്ത്രിമാർ എഴുന്നേറ്റത്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ സാധാരണ അംഗങ്ങൾ തടസ്സപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. പാർലമെന്റിലെ ഭരണപക്ഷി അംഗങ്ങൾ ഒരുപക്ഷെ തടസ്സപ്പെടുത്തിയേക്കാം. തടസ്സപ്പെടുത്തുന്നത് ഉൾപ്പെടെ തെറ്റാണ്, അങ്ങനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നാണ്. പക്ഷേ അങ്ങനെ തടസ്സവാദങ്ങളുണ്ട്. പാർലമെന്റ് അല്ലേ, ആളുകൾ സംസാരിക്കും, എതിർക്കും, ഒക്കെ ചെയ്യും. പക്ഷേ 20 പ്രാവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 പ്രാവശ്യമാണ് എഴുന്നേറ്റെന്ന് വിശദീകരണം കൊടുത്തത്. ഓർക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിക്കാത്തതിന് ആ വിഷയം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ, 17ാം ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് നരേന്ദ്രമോദിയെ സഭയിലേക്ക് വരുത്തിയ പ്രതിപക്ഷമാണെന്ന് ഓർക്കുക. അപ്പോഴും മണിപ്പൂരിനെ കുറിച്ച് കാര്യമായ പരാമർശങ്ങളില്ലാതെ നരേന്ദ്രമോദി അന്നും രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഇപ്പോൾ ഒരു സ്വല്പം പ്രതിരോധത്തിലാകുന്ന ഭരണപക്ഷത്തെ മന്ത്രിമാരെ നമ്മൾ കണ്ടു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾ മാർക്കിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയങ്ങൾ എണ്ണത്തിൽ കൂടിപ്പോയി എന്ന് ഞാൻ പറയും. 140 എന്ന് ഒരു 100 മിനിറ്റ് അല്ലേ, 1 മണിക്കൂർ 40 മിനിറ്റും അദ്ദേഹം സംസാരിച്ചു. അത്രയും ദീർഘമായ ഒരു സംസാരത്തിൽ ഈ 2-3 കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട്, നീറ്റ് വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റെല്ലാം ആവശ്യത്തിൽ സംസാരിച്ചതാണ്. പക്ഷെ ഒരുപക്ഷെ നമുക്ക് രാഹുൽ ഗാന്ധിക്ക് ആ അലവൻസ് കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗമല്ലേ, കന്നി പ്രസംഗമല്ലേ, ഇനിയും പ്രസംഗങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു. അപ്പോൾ പലപ്പോഴും ആ വിഷയങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ എല്ലാ വിഷയങ്ങളും ഒരുമിച്ചെടുത്ത് ഭരണപക്ഷത്തെ ആക്രമിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അത് ആക്രമിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു പ്രസംഗത്തിൽ തന്നെ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്താമോ? അത് ചിന്തനീയമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും മാർക്കിടുന്നവർ ശ്രദ്ധിക്കുക, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കയ്യടി വാങ്ങി. അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ കാത്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ലോക്സഭയിൽ പെരുമാറണമോ ആ രീതിയിൽ തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി പെരുമാറിയത്. അതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായും ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടായി. അഗ്നിവീറിൻ്റെ കാര്യത്തിലെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ അദ്ദേഹം വസ്തുതാപരമായ പിഴവുകൾ ഉണ്ടാക്കി. വളരെ ചെറിയ പിഴവുകളാണെങ്കിലും ഉണ്ടാക്കി. അതുമാത്രമല്ല, വൈകാരിക വിഷയമാണ് മതം. ആ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഊർജ്ജസ്വലമായി, വളരെ വർദ്ധിത വീര്യത്തോടു കൂടി പറയുമ്പോൾ അതിനുണ്ടാകുന്ന ഫലങ്ങൾ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്ന ഫലങ്ങൾ മാത്രമല്ല ഉണ്ടാകേണ്ടത്, BJPയുടെ കയ്യിൽ വടി കൊടുക്കുന്നതിന് തുല്യമാണ് ചിലപ്പോൾ. കാരണം BJPയുടെ കോർ കോമ്പറ്റൻസിയാണ് സാംസ്കാരിക ദേശീയത. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇനിയുള്ള നാളുകൾ. കാരണം അർദ്ധാവസരങ്ങളോ അല്ലെങ്കിൽ ഒരു അവസരമോ ഇല്ല എങ്കിൽ പോലും ആ അവസരങ്ങളിൽ തൂങ്ങി, ഒരു പുൽനാമ്പിൽ തൂങ്ങി BJPക്ക് ആഞ്ഞടിക്കാൻ കഴിയും. കഴിഞ്ഞ ലോക്സഭയിലെ ഒരു പ്രസംഗത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ നോക്കി വളരെ മോശമായ രീതിയിൽ ഫ്ലൈയിങ് കിസ് നൽകി എന്ന രീതിയിൽ സ്മൃതി ഇറാനിയും പാർലമെൻറ്റിലെ BJP വനിതാ MP-മാരും പറഞ്ഞതുൾപ്പെടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നു. അതുകൊണ്ട് പറഞ്ഞതും പറയാത്തതും ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളിൽ വിമർശനം ഏറ്റുവാങ്ങാൻ രാഹുൽ ഗാന്ധിയുടെ ജീവിതം ഇനിയും ബാക്കി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കുറച്ചുകൂടി ജാഗ്രത പാലിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളെയും
കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ഇന്നലെ കോൺഗ്രസ് നേതാവായിട്ടല്ല സംസാരിച്ചത്, എല്ലാ കക്ഷികളുടെയും നേതാവ് എന്ന രീതിയിൽ സ്വയം ഒരു മേലങ്കി എടുത്തണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവും അതിനെ നയിക്കാൻ രാഹുൽ ഗാന്ധി, വളരെ പക്വമതിയായ രാഹുൽ ഗാന്ധിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.